ആലപ്പുഴയിൽ കാണാതായ മാന്നാർ സ്വദേശിയായ കലയുടെ മൃതദേഹാവശിഷ്ടമെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തി. കലയുടെ ഭർത്താവ് അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടമെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയത്. 18 വർഷം മുൻപാണ് കലയെ കാണാതായത്. കേസിൽ അനിൽകുമാറിന്റെ ബന്ധുവും സുഹൃത്തുക്കളും ഉൾപ്പെടെ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിദേശത്തുള്ള അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു. അല്ല, കല ഇവിടുന്ന് പോവായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് പോവായിരുന്നു അവള്. അല്ല, അവള് ഒരു സുപ്രഭാതത്തിൽ കാണാതാവുമല്ലായിരുന്നു. അവൾ ഇവിടുന്ന് പോവുമായിരുന്നു. 2 തവണ വിളിച്ചായിരുന്നു. പോയ ആ മാസത്തിൽ തന്നെ 2 തവണ വിളിച്ച്. പാലക്കാടുണ്ട്. അന്നേരമാണ് അവള് ചോദിച്ചു, മോനെ എന്തോ കാര്യം, ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ സൂരജ് എന്ന് പറയുന്നൊരു ആളാണ്, ആളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നത്, നിങ്ങളാരും അന്വേഷിക്കേണ്ട എന്ന് എന്നോടാണ് പറഞ്ഞത്. അച്ഛനോടും ആങ്ങളോട് സംസാരിക്കാൻ പേടിച്ചിട്ടായിരിക്കണം സംസാരിച്ച എന്നോടാണ് പറഞ്ഞത്. അപ്പോൾ വരാൻ പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞ് ഞാൻ വരുന്നില്ലെന്നും പറഞ്ഞു. ഇന്ന് ഉച്ചവരെ അല്ലെ രാവിലെ വരെ അങ്ങനെ തോന്നലില്ലായിരുന്നു അവർ ചെയ്യുമെന്നുള്ളത്. ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഇപ്പം അവർ തന്നെ പറഞ്ഞെന്നാണല്ലോ പറയുന്നത്, അവരിങ്ങനെ ചെയ്തെന്ന്. ഇതാരാണ് ഇത് കേസ് കൊടുത്തതെന്ന് ഇതിനെ പറ്റി ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഗൾഫിലായിരുന്നു അവൾ പോയതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞാണ് അവൻ നാട്ടിൽ വരുന്നത്. വിവരം അറിഞ്ഞ് അവർ വരുത്തി. അന്നേരം ഞങ്ങൾ ഒരു തവണ കണ്ടായിരുന്നു അവനെ. അപ്പോൾ അവൻ ഒരുപാട് സങ്കടത്തോടാണ് പറഞ്ഞത്, അവളെന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള. അന്നേരം പോലും അവൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അവളെ എന്തെങ്കിലും കാണുമ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞുകൊണ്ട് അവൻ്റെ കല്യാണം കഴിഞ്ഞു. എന്താണ് അനിലിനെ ഉപേക്ഷിച്ച് പോയത്? അതിൻ്റെ കാരണം അത് സത്യമാണോ എന്നാ ഇപ്പോൾ ഒരു സംശയം. ഇങ്ങനെയൊക്കെ ഇവർ പറയുമ്പോൾ ഇപ്പോൾ ഒരു സംശയം, ഇനി ഇവരായിട്ടെല്ലാം പറയിപ്പിച്ചതാണോ ഇവളെ കൊണ്ട് ഒരു സംശയമുണ്ട്. ഇപ്പം പോകുന്ന സമയത്ത് കലയ്ക്ക് എന്ത് പ്രായമുണ്ട്? ഒരു 20-21 ഇത്രയും വരും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷൈജു ചേരുന്നുണ്ട്. ഷൈജു, ഈ ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ അത് എത്രത്തോളം നിർണായകമാണ് കേസിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച്? ഒരു വലിയ വഴിത്തിരിവാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ തുറന്നു പറച്ചിൽ? ധന്യ, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പല ഘട്ടങ്ങളിൽ പല ബുള്ളറ്റിനുകളിലായി നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നതാണ്. ആ ദുരൂഹതയ്ക്ക് അടിവരയിടുന്നതാണ് ഈ ബന്ധുവിന്റെ, അതായത് ഈ കലയുടെ സഹോദരന്റെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ മീഡിയമോട് നടത്തിയിരിക്കുന്നത്. കാരണം അതിൽ പറയുന്നത് അങ്ങനെ കാണാതായതല്ല, വീട്ടിൽ പറഞ്ഞ് യാത്ര പറഞ്ഞു പോയതാണ്, പാലക്കാടുള്ളൊരു സുഹൃത്തുമായി കഴിയുകയാണ് എന്ന വിവരം പറയുക. അതിനുശേഷം 2 തവണ ഫോൺ ചെയ്തിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ അനിൽ എന്നയാൾ ഇതിന് ശേഷവും ഇവരുമായി നന്നായി സഹകരിച്ചിരുന്നുവെന്നും ഈ അനിലിനെ പോലൊരാളെ ഈ കല പറ്റിച്ചു എന്ന് പോലും വിശ്വസിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കല പോകുന്ന സമയത്ത് അനിൽ സ്ഥലത്തില്ലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ശോഭ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ചില ദുരൂഹതകൾ നീക്കിയെടുക്കേണ്ടതുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവരുടെ വീട്ടിൽ പോലീസ് എത്തിയിരുന്നു. പക്ഷേ പോലീസ് യാതൊരു സംശയത്തിനും ഇട നൽകുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമല്ല. സംസ്ഥാനത്തെ വിവിധ മാൻ മിസ്സിംഗ് കേസുകളിലെ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നതാണെന്ന് അവരെ ധരിപ്പിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഇന്ന് ഈ സെപ്റ്റിക് ടാങ്ക് വിഷയം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് ഇവരും ഈ കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് വിശ്വസിക്കാൻ ഇപ്പോഴും അവർക്ക് കഴിയുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റു കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ പരിശോധന ഏതാണ്ട് പൂർത്തിയായി എന്ന് പറയേണ്ടി വരും. സെപ്റ്റിക് ടാങ്ക് കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഏതാണ്ട് പൂർത്തിയായി, താൽക്കാലികമായി നേരത്തെ നിർത്തിയെന്നാലും ലഭിച്ചിരിക്കുന്ന വസ്തുക്കളുടെ പരിശോധന അത് വളരെ നിർണായകമായ തെളിവാണ്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ എങ്ങനെയാണ്? പൂർണ്ണമായും ആ പ്രദേശത്തുള്ള പോലീസിന്റെ സെർച്ച് പൂർത്തിയായെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതാണ് ധന്യ, അതായത് ഈ പ്രദേശത്ത് നടത്തിയ ആ പരിശോധനയാണ് പൂർത്തിയായിരിക്കുന്നത്. ഈ സെപ്റ്റിക് ടാങ്ക് 15 വർഷത്തിനിടയ്ക്ക് 2 തവണ ശുചീകരിച്ചു എന്നൊരു സംശയം ഇപ്പോൾ പോലീസിനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് മുടിയ പോലെയുള്ള അവശിഷ്ടങ്ങളായിരിക്കണം ലഭിച്ചിരിക്കുക എന്നൊരു കരുതലും ഫോറൻസിക്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഈ ഖര രൂപത്തിൽ ലഭിച്ച ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ വിവിധ ബോക്സുകളായി ശേഖരിച്ചാണ് ഫോറൻസിക്കിന്റെ പരിശോധനയ്ക്ക് മാറ്റുന്നത്. അടുത്ത ദിവസം തന്നെ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവർ പ്രത്യേക വാർത്താ സമ്മേളനം ഈ മാന്നാർ പോലീസ് സ്റ്റേഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. 8 മണിക്ക് അത് ആരംഭിക്കും. ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ജില്ലാ പോലീസ് മേധാവി വെളിപ്പെടുത്തും, അല്ലെങ്കിൽ പറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തന്നെയാണ് ഷൈജു, ഇവിടെ ഈ മൊഴികളാണ് ഉമ്മഖത്താണ് കേസിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു സംഭവമായി വന്നത്. മറ്റൊന്ന് ഈ ബന്ധുവിന്റെയും സുഹൃത്തുക്കളുടെയും മൊഴികളാണ്. അതും
ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആ ബന്ധുവും സംശയിക്കുന്നതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷേ പോലീസ് കൃത്യമായ റൂട്ടിലായിരിക്കും പോകുന്നത്. എങ്കിലും ഈ ആളുകളുടെ സംശയങ്ങൾ അതുണ്ട്. മറ്റൊന്ന് പ്രധാനമായി ഇതിൽ എടുക്കേണ്ട മൊഴി ഈ അനിൽകുമാറിൻ്റേത് തന്നെയാണ്. എപ്പോഴായിരിക്കും അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക? അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പോലീസ് ചെയ്യുന്നത്? തന്നെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ കേസുമായി സംബന്ധിച്ച് ചുരുളഴിഞ്ഞ് പുറത്തു വരേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് പോലീസ് നടത്തിയ കഴിഞ്ഞ 2 ആഴ്ചയോളം സമയമെടുത്ത് പോലീസ് നടത്തിയ രഹസ്യമായ അന്വേഷണത്തിൽ പലതും ഒരുപക്ഷെ പോലീസിന്റെ കയ്യിൽ ലഭ്യമായിട്ടുണ്ടാവണം. ആ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചാവണമല്ലോ ഈ സെപ്റ്റിക് ടാങ്ക് അടക്കമുള്ളവ അരിച്ചു പെറുക്കി പരിശോധിക്കുകയും ഈ അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇനി അതിന്റെ ഒരു ഫലം ഇതിലൊരു നിർണായകമാകും. മറ്റൊന്ന് തന്നെ സൂചിപ്പിച്ചതുപോലെ പല തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ ഇതിനകത്ത് നടത്തേണ്ടി വരും. ഈ കസ്റ്റഡിയിലുള്ള ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ ഇനിയും സംശയത്തിന്റെ നിലനിൽ നിൽക്കുന്ന ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ അനിലിനെ ചോദ്യം ചെയ്യുന്ന അങ്ങേയറ്റത്തെ നിർണായകമായ ഒരു കടമ്പ പോലീസിനെ സംബന്ധിച്ച് കടക്കണം. അത് നയതന്ത്രപരമായ ചാനലിലൂടെ അനിലിനെ നാട്ടിലെത്തിക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തിലും പോലീസ് ശ്രമം സമാന്തരമായി നടത്തുന്നുണ്ട്. അങ്ങനെ അനിലിനെ കൂടി എത്തിച്ച് ആയിരിക്കും നടത്തുക. അത് സംബന്ധിച്ചും അനിലിനെ എത്തിക്കുന്നത് സംബന്ധിച്ച് പോലീസ് എന്ത് നീക്കമാണ് നടത്തിയിട്ടുള്ളത് എന്നടക്കമുള്ളത് ജില്ലാ പോലീസ് മേധാവി വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഞെട്ടിപ്പിക്കുന്ന ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു തിരോധാന കേസ് അതൊരു കൊലപാതകമാണെന്നും കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ എറിഞ്ഞതാണെന്നുമുള്ള ഒരു പോലീസ് നിഗമനം ശരിവെക്കുന്ന ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ആലപ്പുഴ മാന്നാറിൽ നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇന്ന് മാറുകയാണ്. ശരി ഷൈജു.